സോ വളരെ വളരെ സന്തോഷം രാജീവ് സാറേ, വളരെ സന്തോഷം. നമുക്കറിയാം രാജീവ് ജി കുറച്ചു ദിവസമായിട്ട് രാജസ്ഥാൻ, അതുപോലെ തന്നെ ജയ്സാൽമേർ, രാജസ്ഥാനിലെ തന്നെ ഒരു സ്ഥലമാണ്, അതുപോലെ ബീഹാർ, ഇങ്ങനെ ഇവിടെയൊക്കെ പോയി ഒരു 3-4 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്നലെയാണ് രാത്രിയാണ് എത്തിയത്. ശരിക്കും ഇന്നത്തെ ദിവസം MHMS പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെതായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. കാരണം ഇന്ന് ആ കഴിഞ്ഞ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഊർജ്ജവും നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി. എനിവേ, ഇന്നത്തെ MHMS പ്രോഗ്രാം പങ്കെടുക്കാൻ എത്തിയ കാരെയും പുതിയതായി വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സിരാജുദ്ദീൻ എന്നാണ്. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ 24 വർഷമായി ഞാൻ ഈ മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. എന്നെ കൊണ്ടുവന്ന ആളാണ് മിസ്റ്റർ PR രാജീവ്. അദ്ദേഹത്തിനോട് എന്നെ ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. അപ്പം ഈ പ്രസ്ഥാനത്തില് എന്തെങ്കിലുമൊക്കെ ആയി തീരുവാനായിട്ട് ഒരുപക്ഷെ ഞാൻ പഠിക്കുന്ന പുസ്തകങ്ങളും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളും ഒക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ എന്നെ കാത്ത, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഈ സമയത്ത് എത്തിച്ചേർന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, എനിക്കറിയാം റിജോയും ഹാജിക്കയും അതുപോലെ ബാലകൃഷ്ണൻ പട്ടാമ്പിയും ഹംസാമാഷും അതുപോലെ പുതിയ പുതിയ ഒരുപാട് ആൾക്കാരും ഒക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് MHMSലേക്ക് കടക്കാം. നമുക്കറിയാം ഇന്ന് ഡയറക്ടേഴ്സ് ഇല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് എന്റെ പ്രോഗ്രാമിന്റെ കുറച്ച് എക്സ്പീരിയൻസ് ആദ്യം ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട DYSP രാജീവ് സാറിന്റെ കൂടെ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയാണ് പോയത്. വലിയൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒരുപാട് വർഷം പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് ഐഡിയ ഉള്ള ഒരാളെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു 10ഓളം പുതിയ ഇവിടുത്തെ വലിയ നെറ്റ്വർക്ക് കമ്പനികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വലിയ മൂന്നക്ക പേരുള്ള ഒരു വലിയ കമ്പനിയുടെ ആളുകളൊക്കെ ആയിട്ട് ഒരു വലിയ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പൊ DXNലേക്ക് വരുന്നത്. ഒപ്പം തന്നെ എനിക്ക് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാറ് നമ്മുടെ കൂടെ, അദ്ദേഹവും വലിയ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് വർഷം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജെനുവിൻ കമ്പനികളിലേക്കുള്ള, നമ്മുടെ കമ്പനിയിലേക്കുള്ള ആളുകളുടെ വരവ് വളരെ കൂടുതലാണ് ഇപ്പോൾ. ഒപ്പം തന്നെ നേരത്തെ രാജീവ് ജി പറഞ്ഞ പോലെ 5000 പേരൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച, ഒരുപക്ഷെ നമ്മുടെ ഡോക്ടർ ലിംസിയോജിൻ ലോകത്ത് പോയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ ഒരു കൊറോണയ്ക്ക് ശേഷമോ എനിക്ക് തോന്നുന്നു 4-5 വർഷമായിട്ട് ഇങ്ങോട്ട് വരാറേയില്ല. ബിഗിനിങ് ടൈമിൽ 2000-ലൊക്കെ ഡോക്ടർ ലിമ്മിന്റെ മാസത്തിൽ ഒരു പ്രോഗ്രാം കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു. എനിക്കറിയാം 140ഓളം പേര് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിന് ഞാനും രാജീവ് സാറും ഒക്കെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരുന്നുകൊണ്ട്, വലിയ അബാദ് പ്ലാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അന്ന് ഡോക്ടർ ലിംസിയോജിനെ കാണാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയി രാജീവ് സാർ പോയപ്പോൾ ഏറ്റവും ബാക്ക് സൈഡില് 5-8-10 ആളുകളുടെ ശരീരഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ എന്നാ പ്രോഗ്രാം. അന്നത്തെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ നമുക്ക് ഒരു വസ്തു മനസ്സിലാകാത്തൊരു കാലഘട്ടത്തിലാണ്. പക്ഷെ പിന്നീട് കാലം മുന്നോട്ടുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോ ആ പ്രസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച 2007-ല് ഒരുപക്ഷെ DXN ചരിത്രത്തിലെ ആദ്യത്തെ റെക്കഗ്നിഷൻ പ്രോഗ്രാം 18 കൺട്രിയിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിച്ച ഒരു ബന്ദിന്റെ തലേ ദിവസം, അതിന്റെ അടുത്ത ദിവസമാണ് ഇന്ന് ബന്ദാണെങ്കിൽ നാളെ ആ പ്രോഗ്രാം നടക്കുമ്പോൾ കറുത്ത തുണിയെല്ലാം നമ്മുടെ കാറുകളിൽ കെട്ടി എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള വിദേശികളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഒരു വലിയ പ്രോഗ്രാം ചെയ്ത ഒരു ചരിത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടായി. അല്ലെങ്കിൽ ആ ഒരു പക്ഷേ ഏറ്റവും ആദ്യത്തെ വലിയ റെക്കഗ്നേഷൻ അതായിരുന്നു. ഇപ്പോ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു വരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനികളിലൊക്കെ പോയി ഒരുപാട് കമ്പനികളിൽ പോയ ശേഷം ഈവൻ നമ്മുടെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പോലും വേറെ വലിയൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ശേഷം DXNലേക്ക് വന്ന് ഇപ്പൊ ഒരു 3 വർഷം പിന്നിടുന്നു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവുകൾ 2-3 പേര് വലിയ വലിയ കമ്പനികളിൽ വർക്ക് ചെയ്തവരാ. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള പേഴ്സണൽ യാത്രകളിലൊക്കെ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്താണ് ആ കമ്പനി വിട്ടത്, അതെന്താണ് അതിന്റെ പ്രശ്നങ്ങൾ. നമ്മുടെ കമ്പനി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബാല സാറ് കഴിഞ്ഞ അടൂർ പോയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം DXNന്റെ കാപ്പി മാത്രമേ കുടിക്കുന്നുള്ളൂ. ആ കാപ്പി കുടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രോബ്ലം, അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു വലിയ പ്രോബ്ലം പെർമനന്റ് ആയിട്ട് ക്യൂറ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ബാലൻസ് ആയി എന്നുള്ളതും, ഇവിടെ മാത്രം കാണുന്ന വേറൊരു പ്രത്യേകതയും പറഞ്ഞു. അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ ഡയറക്ടർ ഒന്ന് കാണണമെങ്കിലോ ഒക്കെ വലിയ ബുദ്ധിമുട്ടായി. ഇവിടെ ഒരു മനുഷ്യത്വമുള്ള കമ്പനിയാണ്. കഴിഞ്ഞ 24 വർഷമായി ഇന്ത്യയിൽ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനി
നമ്മുടെ കമ്പനിയുടെ പേര് DXN എന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പ്രോഗ്രാമിൽ ഏറ്റവും പുതിയതായി വന്ന ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ പേര് DXN എന്നാണ്. DXN എന്ന് പറഞ്ഞാൽ ദേഷാൻ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ വാക്കിന്റെ ഷോർട്ട് ഫോമാണ്. ദേഷാൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വർത്തി അഥവാ വിശ്വാസയോഗ്യമായത്. 93 മലേഷ്യയിൽ സ്ഥാപിതമായി. ഇന്ന് കമ്പനിയുടെ ആ പ്രൊഡക്റ്റും അതിന്റെ പ്രവർത്തനവും അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിന്റെ പ്രത്യേകത കൊണ്ട് ലോകത്ത് 190 രാജ്യത്തേക്ക് പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. ഇന്ന് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ ലിംസിയോജിൻ ഒരുപക്ഷെ കേരളത്തിലൊക്കെ വളരെ ഒരു 5 വർഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വർഷത്തിന് മേലെയായി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പക്ഷേ ലോകത്തെമ്പാടും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കുന്നു. ഒരു 10-17ഓളം ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള 85ഓളം പ്രൊഡക്റ്റ് വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് DXN. 93 തുടങ്ങിയത്. ഫൈനാൻഷ്യലി വെരി സ്ട്രോങ്. നമ്മുടെ കമ്പനി തുടങ്ങുന്നത് 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറിയിലാണ്, വാടക മുറിയിലാണെങ്കിൽ ഇന്ന് നമ്മുടെ കമ്പനിയുടെ ആസ്ഥാനം മലേഷ്യയിലെ കോലാലംപൂര് 1 കിലോമീറ്റർ നീളത്തിലുള്ള ആ ബിൽഡിംഗ് നിങ്ങൾ നെറ്റിൽ പോയി നോക്കിയാൽ മതി. സൈബർ വില്ല, DXN സൈബർ വില്ല എന്ന നെറ്റിലൊന്ന് അടിച്ചാൽ 1 കിലോമീറ്റർ നീളത്തിലുള്ള 500 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന, എനിക്ക് മിനിഞ്ഞാന്നാൾ ഒരു ലെറ്റർ കമ്പനിയിൽ നിന്ന് വന്നു. ഇപ്രാവശ്യത്തെ TSIP വീണ്ടും വിൻ ചെയ്തു. സൈബർ വില്ലയില് 5 ദിവസം താമസിക്കാനുള്ള സൗകര്യമാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് 16-ാം തീയതി, ഇന്നാണ് അതിന്റെ കൺഫർമേഷൻ ലെറ്റർ അയച്ചത്. ഞാനും രാജു സാറൊക്കെ നേരത്തെ അയച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്കിപ്പം ആ സൈബർ വില്ലയിലൊക്കെ പോയി കാണുമ്പോൾ അതിനൊക്കെ ഉള്ള അവസരമാണ് DXN കമ്പനി എനിക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഓരോരുത്തർക്കും ഇവിടെ പ്രദാനം ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു DXN. മലേഷ്യയിൽ സ്ഥാപിതമായി 93, ഇന്ന് 196 രാജ്യത്ത് പടർന്നു പന്തലിച്ചിരിക്കുന്നു. നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രധാനമായിട്ടും ഗാനോഡർമ, സ്പൈറുലിന, നോനി പോലെയുള്ള ഫുഡ് സപ്ലിമെന്റുകളും അതിനോടൊപ്പം തന്നെ ധാരാളം ഹെൽത്ത് പ്രൊഡക്റ്റുകളും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരാള് എന്തിനാണ് ഡയറക്റ്റ് സെല്ലിംഗ് തിരഞ്ഞെടുക്കേണ്ടത്? തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ഒരു കണക്ക് ഞാൻ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പഠനം നടന്നതാണ്. 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ നടന്ന പഠനം, 65 വയസ്സ് കഴിയുമ്പോൾ ഈ സമൂഹത്തിലുള്ള പല ആളുകളുടെയും ജീവിത അവസ്ഥ എന്താണെന്നുള്ളതാണ് ആ പഠനം പറയുന്നത്. അതിൽ 13% പേര്, അതായത് 1.5% പേര് എക്സ്ട്രാ അൾട്രാ റിച്ച് ആയിട്ട് ജീവിക്കുന്നു. 13% പേര് ഏകദേശം ഭംഗിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 33% ആളുകള് ഇപ്പോഴും ജീവിതത്തിൽ അവർക്ക് ജീവിക്കാൻ, അവരുടെ ഡെയിലി ആയിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നും വർക്ക് ചെയ്യുന്നു. 33% ആളുകൾ. ഞാനും രാജു സാറും ഫാമിലിയും, ഞങ്ങളുടെയൊക്കെ ഫാമിലി മൗറീഷ്യസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 2:30 മണിക്ക് ഞങ്ങള് എയർപോർട്ടിൽ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി. അവസാനം അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ATM സെന്ററിൽ ഒന്ന് കയറി. രാജുജി കയറി, ബിനിഷേട്ടനൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ATM സെന്ററിൽ ഞങ്ങളുടെ ആ വാതിൽ തള്ളി തുറക്കുമ്പോ ആ കരകര ശബ്ദത്തോടുകൂടെ വാതിൽ തുറന്നപ്പോ തൊട്ടടുത്ത കസേരയില് ഞാൻ വളരെ സമാധാനത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കരുത്, തൊപ്പി അയാളുടെ നെറ്റിയിൽ മൂടിക്കിടക്കുക. പക്ഷെ ഈ കരകര ഇല്ലാതെ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് തുറന്നപ്പോ ആ മനുഷ്യൻ പതുക്കെ ഒന്ന് ചാടി എഴുന്നേക്കാൻ നോക്കി. 2:30-3 മണി ആ സമയത്ത് വീണ്ടും എഴുന്നേറ്റിട്ട് പിന്നെ കസേരയിട്ട് തന്നെ കസേരയിലേക്ക് ഇരുന്നു പോയി. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് തൊപ്പി നേരെ വെച്ചു. ഞാൻ പരിചയപ്പെട്ടു, വരാപ്പുഴയിലുള്ള ഒരു ചേട്ടനാണ്. 10-30 കൊല്ലമായിട്ട് ഗൾഫിലായിരുന്നു. വീട് വെച്ചു, കല്യാണമൊക്കെ മക്കളെ കഴിച്ചു വിട്ടു, ഭാര്യ എല്ലാവരും ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു 67-68 വയസ്സുണ്ടാവും, ഈ സെക്യൂരിറ്റി ജോലിക്ക് പോവുക. എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കണം. നിങ്ങൾ യാത്ര പോകുമ്പോ, ഓരോ യാത്രകളിലും ബസ്സിലോ കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ യാത്ര പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ATM സെന്ററോ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങിന്റെ വാതിക്കൽ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ ജേഴ്സി യൂണിഫോം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അടിമുടി നോക്കണം. ഒരുപക്ഷെ വള്ളി ചെരുപ്പിട്ടിട്ട് ആ ഏതോ ആൾക്കാർ കൊടുത്തിട്ടുള്ള ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് മുഴുവൻ നേരം നിൽക്കാൻ പറ്റാതെ വെരിക്കോസ് വെയിനോ പ്രഷറോ ഹാർട്ടിന്റെ പ്രോബ്ലമോ എന്തിനധികം പറയുന്നത്, എറണാകുളത്ത് നമ്മുടെ DXN ഓഫീസിന്റെ വാതിക്കൽ അവിടെ അദ്ദേഹത്തിന് കൂടുതൽ നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ആ ബിൽഡിങ്ങിന്റെ മുതലാളി അദ്ദേഹത്തിന് ഒരു കസേര കൊടുത്തിരിക്കുക അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട്. ഇപ്പം 3-4 ഞങ്ങള് ഏകദേശം എറണാകുളം ഓഫീസ് തുടങ്ങിയിട്ട് 8-9 വർഷമായി. ഈ ഇതിനിടയ്ക്ക് പലരും വന്ന് മാറിപ്പോയി, ചിലരൊക്കെ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു വന്നത്, 33% ആളുകള് ഇന്നും ജീവിക്കാൻ പെൻഷനോ മറ്റു വരുമാനങ്ങളോ ഇല്ലാതെ കുടുംബത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു ചാടി ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഡയബറ്റീസോ പ്രഷറോ ഹാർട്ടിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായാൽ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ
മന്ത്ലി ഒരു 10,000 25,000 വരുമാനം കിട്ടാൻ അതിലൊരു കുറച്ച് കാശ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനി തന്നെ ഇവരെ സാലറിയിൽ നിന്ന് ഒരു ചെറിയ പൈസ എടുക്കുക. അതിന് അങ്ങനെ ചെയ്യുന്ന ഒരു സുഹൃത്തിനെ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള 33% ആൾക്കാരുണ്ടെങ്കിൽ ബാക്കി 54% പേരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർക്ക് വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ വീട്ടിൽ തന്നെയുണ്ട്, വലിയ വീടുണ്ട്, മക്കൾക്ക് കാറുണ്ട്. പക്ഷേ ഗൾഫിലോ മറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പൈസ കൊണ്ട് ഒരു വലിയ വീടൊക്കെ വെച്ച് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത ശേഷം ഇന്ന് പല ആളുകളും മക്കളോടുണ്ടല്ലോ 100, 200, 300, 500 രൂപ ചോദിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് 54%. അപ്പോ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതിന്റെ നട്ടൽ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ നട്ടൽ, അതിന്റെ താഴോട്ട് നമ്മൾ കുഴിച്ചിറങ്ങി പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇതൊരു വലിയ ബാലികേറ മലയൊന്നുമല്ല. ആകെ പറയുന്നത് വലിയ വലിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഉസ്താദുമാർ പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്യണം. ദിസ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് യുവർ ബ്രാൻഡ്. ജസ്റ്റ് ഒരു ബ്രാൻഡ്. കഴിഞ്ഞ 30-40 കൊല്ലമായി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രൊഡക്റ്റും, ഉദാഹരണത്തിന് ഇപ്പൊ രാജീവ് ആദ്യമേ പറഞ്ഞു, നമ്മൾ പാത്രം കഴുകുന്ന സാധനം, നമ്മൾ പല്ല് തേക്കുന്ന സാധനം, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലുകൾ, ഇതിലേക്ക് ജസ്റ്റ് അതൊന്ന് മാറാൻ എന്തിനാണ് നമ്മൾ പറയുന്നത് ആളുകളോട്? പല്ല് തേക്കുന്ന സാധനത്തിനകത്ത് ആദ്യം അവർ പറഞ്ഞു ഓരോരോ സാധനങ്ങൾ പുതിയത് അതിൽ ചേർക്കുക. നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ? പുതിയ പരസ്യമാണ്. അത് കഴിഞ്ഞപ്പോൾ വേറെ പലതും വന്നു, ആയുർവേദം വന്നു. ഇങ്ങനെ അടിക്കടി പരസ്യം കൊടുത്തുകൊണ്ട് നമ്മളെങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ. നിങ്ങളൊന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്യണം. എന്തിനു വേണ്ടി ബ്രാൻഡ് ചേഞ്ച് ചെയ്യണം? നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന തേയില, നമ്മുടെ വീട്ടിൽ തേയില ധാരാളം ഉണ്ട്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പാണ് തോന്നുന്നു, DXന്റെ പ്രൊഡക്റ്റ് തേയില എക്സ്പയറി ആയപ്പോ 3 വർഷമാണ് DXന്റെ തേയിലയുടെ എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ആകുന്ന 2 മാസം മുമ്പേ അതിനകത്ത് ഒരു പുഴുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം എന്താണ് സംഭവിച്ചത്, അവർ നനഞ്ഞ സ്പൂൺ അതിലിട്ടു ആണോ എന്നൊന്നും അറിയത്തില്ല. ഇക്കൂട്ടത്തിൽ പറഞ്ഞപ്പോ ഒരാൾ പറയാണ് അയാളുടെ വീട്ടിൽ 5 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന തേയിലയിൽ പുഴുവില്ല. DXന്റെതല്ല, വേറെ കമ്പനിയുടെ. അപ്പൊ കേട്ടിരുന്ന ഒരാൾ പറയാ അത് 10 കൊല്ലമായാലും അതിൽ പുഴു കയറൂല. എന്താ കാര്യം വെച്ചാൽ അത്രയും മാരകമായ കീടനാശിനികളൊക്കെ അടിച്ച്, എൻഡോസൾഫാൻ പോലെയുള്ള സാധനമൊക്കെ അടിച്ചു കയറ്റിയ ഒരു തേയിലയാണ് നമുക്ക് ഇന്ന് രാവിലെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, തേയില ബ്രാൻഡ് ചേഞ്ച് ചെയ്തേ പറ്റൂ. വേറൊന്ന്, ഇന്ന് കൊളസ്ട്രോളും അതുപോലെ തന്നെ ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൂടുതലാ. നോൺ ആൽക്കഹോളിക്, സ്ത്രീകൾക്ക് വരെ ഫാറ്റി ലിവർ വരുന്നു. പഠനം അന്വേഷിച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ഇന്ന് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ പേരിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ലിക്വിഡ്സ് എല്ലാം പാരഫൈൻ പോലെയുള്ള സാധനങ്ങൾ ചേർത്തതാ. നമുക്കറിയാം, വലിയൊരു കമ്പനി, ഞാൻ പേര് പറയുന്നില്ല, പേര് പറയാനും പറ്റത്തില്ല, വലിയൊരു കമ്പനിയുടെ തലയിലിടുന്ന ഒരു ഓയിൽ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയുടെ അതിന്റെ 50% മിനറലാണ് പോലും. മിനറൽ ഓയിലാണ്. എന്താണ് ഈ മിനറൽ ഓയിൽ? പെട്രോളിയത്തിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റൂ. ഏറ്റവും പ്രധാനമായിട്ട് ചേഞ്ച്, നമുക്കറിയാം, നമ്മൾ ആളുകളോട് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കേണ്ട പല പ്രൊഡക്റ്റുകളും, ഫസ്റ്റ് വൺ, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ചേഞ്ച് ചെയ്യണം. രണ്ടാമത്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന സാധനങ്ങൾ ചേഞ്ച് ചെയ്യണം. നമുക്കറിയാം 500 മില്ലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക്, പാത്രം കഴുകുന്ന സാധനമാണ്. ഈ പാത്രം കഴുകുന്ന സാധനം 200 രൂപയാണ് ഒരു 1/2 ലിറ്ററിന്റെ വില. പക്ഷെ 16 ബോട്ടിലായിട്ട് അത് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാം. 16 ബോട്ടിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബോട്ടിലിന് ഏതാണ്ട് 20 രൂപ താഴെ വരുന്ന ലെവലിലേക്ക്, അല്ലെങ്കിൽ നമുക്കത് അത്രയും കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോഴാണല്ലോ നമുക്ക് അത് നല്ലതാണോ മോശം. അല്ലാണ്ട് പരമ്പരാഗതമായി എന്റെ അച്ഛൻ ഉപയോഗിച്ചത് ഇന്ന കമ്പനിയാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഈ കമ്പനിയാണ്, എന്റെ മോനും ഇഞ്ഞത്, ഈ കമ്പനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കല നമ്മുടെ പണി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള റൈസ് ബ്രാൻ ഓയിലും പാത്രം കഴുകുന്ന സാധനവും നമുക്കറിയാം. ഇപ്പൊ തണുപ്പ്, ഇനിയിപ്പോ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തെ തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക കാലാവസ്ഥ കേരളത്തിൽ വരും. നിങ്ങൾക്കറിയാം, കാൻഡിഡ് എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്.
കാൻഡിഡ്. ഒരുപക്ഷെ അലർജിക് ഡിസോർഡർ അല്ലെ ചൊറിച്ചിലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ക്രീമാണ് ഈ കാൻഡിഡ് ക്രീം. ഇപ്പൊ ഈ കാൻഡിഡ് ക്രീം എന്താ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളൊരു ഡ്രസ്സ് കഴുകാനിട്ടാൽ ഒരു വാഷിംഗ് മെഷീന്റെ നിങ്ങൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ട ഗൈഡ് ലൈൻ, അതിന്റെ പുസ്തകം വായിച്ചാൽ 5 മുതൽ 7 പ്രാവശ്യം വെള്ളത്തിൽ കഴുകണം എന്നാണ് പറയുക. ഒരു ഡ്രസ്സ് എത്ര പ്രാവശ്യം ഒലുമ്പണം അല്ലെ കഴുകണം എന്ന് ചോദിച്ചാൽ 5 മുതൽ 7 തവണ കഴുകണം എന്നാണ് അതിന്റെ ബ്രോഷർ, അതിന്റെ മാനുവലിൽ പറയുന്നത്. അപ്പോ 7 പ്രാവശ്യം കഴുകിയ ഡ്രസ്സ് ഉണക്കിയെടുത്ത ശേഷം ആ ഡ്രസ്സ് നമ്മൾ ഇന്ന ഡ്രസ്സ് പ്രത്യേകിച്ച് അത് എടുത്ത് വീണ്ടും നമ്മളൊരു പാത്രത്തിൽ ഇട്ടൊന്ന് നനച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളം കൊണ്ടുപോയി പരിശോധിച്ചാൽ നമ്മൾ കഴുകി വെച്ച ഉണക്കി വെച്ച ഡ്രസ്സിനകത്തുള്ള ഡിറ്റർജന്റോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കെമിക്കൽ ആ വെള്ളത്തിൽ കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ആ ഉണങ്ങിയ ഡ്രസ്സാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ആ ഉണങ്ങിയ ഡ്രസ്സിനകത്തുള്ള ഈ കെമിക്കലാണ് ചൊറിച്ചിലുണ്ടാക്കുന്നത്. എഗെയിൻ ആ ചൊറിച്ചിൽ വരുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ പോയി ഈ കാൻഡിഡ് പോലെ പ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇന്ന് കേരളം. അപ്പൊ ഞാൻ പറഞ്ഞത് ബ്രാൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് കഴുകാനുള്ള സാധനം മാറ്റണം. നമ്മുടെ ഡ്രസ്സ് കഴുകുന്ന സാധനം ആ ലിക്വിഡ് അത് കഴുകി കഴിഞ്ഞ ശേഷം ആ വെള്ളം ചെടികൾക്കൊഴിച്ചാൽ ചെടികൾ പോലും, ഞാൻ രാജു സാറൊക്കെ ഒരു പരീക്ഷണം നടത്തിയപ്പോ തണ്ണിമത്തൻ അല്ലെ രാജു സാർ, തണ്ണിമത്തന്റെ ചെടിയിലും അതുപോലെ തന്നെ വേറെ പല കുമ്പളങ്ങയുടെ ചെടിയിലും ഒക്കെ ഒഴിച്ചു നോക്കി, ആർത്ത് വളരുന്നു. എത്രമാത്രം അത് എന്താ പറയാ ശരീരത്തിനോ അല്ലെങ്കിൽ ഈ പരിസരത്തിന് പോലും ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ നമ്മളെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആളുകളോട് പറയുന്നത് നിങ്ങളൊന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്യണം. നമുക്കറിയാം എല്ലാവർക്കും എല്ലാ ബിസിനസ്സും പറ്റുന്നതല്ല. ഈ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് പോയാൽ ചില ആൾക്കാർ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് വേറെ വഴിക്ക് ഇപ്പൊ ചെമ്മീന്റെ ബിസിനസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കോൺട്രാക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല ബിസിനസ്സിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടാവാം. അവരെ നമുക്കൊന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷനിലൂടെ ചെന്ന് പറഞ്ഞാൽ പിന്നീട് ആസ് എ വർക്കർ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കെയർ ഓഫിലുള്ള 10 പേരുടെ നമ്പറോ അഡ്രസ്സോ മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പോ സ്ഥലത്തുള്ള എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റ്, അവരുടെ കെയർ ഓഫിൽ പോയി 10 പേരെ കാണാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറായ ആൾക്കാരാണ് ഞങ്ങൾ. ബിഗിനിങ് ടൈമിൽ 2000 DXL ജോയിൻ ചെയ്യുമ്പോൾ 163 പേരോട് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരാൾ കോഫി മേടിക്കുന്നതെങ്കിൽ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നാളും എല്ലാ ദിവസവും നമ്മുടെ ഓരോ പ്രോഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ആജിക്കൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഡെയിലി വീട്ടിൽ വന്ന് വാങ്ങിച്ചിട്ട് പോവാം ആളുകൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ ബ്രാൻഡ് ചേഞ്ച് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 54%, അതായത് മക്കളോടും മറ്റുള്ള ആളുകളോടും കൈ നീട്ടേണ്ട ഗതികെട്ട അവസ്ഥയിൽ നിന്ന് മാറാൻ നമുക്ക് ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അങ്ങനെ ബിസിനസ് ആക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ അനുവർത്തിക്കേണ്ട ഒരു പുതിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്കറിയാം നമുക്ക് 85ഓളം പ്രൊഡക്റ്റുകളുണ്ട്. നമ്മൾ ഏറ്റവും FMCG ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് 5ഓ 6ഓ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം. 2, ഇത് വ്യക്തികളോട് എങ്ങനെ പറയാൻ പഠിക്കണം, വ്യക്തികളോട് എങ്ങനെ ഇത് അവതരിപ്പിക്കണം. നമുക്കറിയാം നമ്മുടെ സ്പൈറുലിന ഒരു സൂപ്പർ ക്ലാസ് പ്രൊഡക്റ്റാ. അതല്ലെങ്കിൽ നമ്മുടെ കൊമ്പുച്ച, അതിന്റെ ഒരു മാർക്കറ്റ് സൈസ്. ഇന്ന് ഞാൻ രാജു സാറിന്റെ വീട്ടിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കൊച്ചൻ, ആ കൊച്ചന്റെ കഥ പറയുന്നുണ്ട്. ആ കൊച്ചന് 5-6 വയസ്സേ ഉള്ളൂ. ഒരു തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പാടില്ല. കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അലർജി പ്രശ്നമാണ്. പക്ഷെ രാജു സാറിന്റെ വീട്ടിൽ വന്നു, അവൻ 5 ബോട്ടിൽ കൊമ്പുച്ചയാണ് കുടിച്ചത്. 5 ബോട്ടിൽ ഒറ്റ ദിവസം. ഞാൻ പറഞ്ഞു വന്നത് അംസമാഷ് മനസ്സിലാക്കണം, ഈ കൊമ്പുച്ചയുടെ ഒരു മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മരുന്നിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. 2ാമത് വിൽക്കുന്ന മരുന്ന് വയറ് ശരിയാക്കുന്നത്. അപ്പൊ കൊമ്പുച്ച സൂപ്പർ ക്ലാസ് പ്രൊഡക്റ്റ്. അങ്ങനെ കൊമ്പുച്ചയെ കുറിച്ച് മനസ്സിലാക്കണം, ചായപ്പൊടിയെ കുറിച്ച് മനസ്സിലാക്കണം, സോപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം, പല്ല് തേക്കുന്ന പേസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം, സ്പൈറലിനെ, അങ്ങനെ ഒരു 4, 5, 6 പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും രോഗിയെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല. വെർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ച് മനസ്സിലാക്കണം, റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ച് മനസ്സിലാക്കണം, ഈ നമ്മുടെ പിങ്ക് സാൾട്ടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഗുണ്ടൂർ, അതായത് ആന്ധ്രയിലുള്ള ഗുണ്ടൂരിലുള്ള നമ്മുടെ മുളക് പൊടി, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ മുളക് പൊടി വീട്ടിൽ കൊണ്ടുവന്നു. നമ്മുടെ കമ്പനി ഇറക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും എപ്പോൾ ഇറക്കിയാലും കൊണ്ടുവരും, വാങ്ങിക്കും. എന്റെ വൈഫ് നോർമൽ മുളക് പൊടി ഇടുന്നത് പോലെ അത് കറിയിലിട്ടു. വായിലേക്ക് വെക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും എരിവായിരുന്നു ആ മുളക് പൊടിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് തരുന്ന ബെനിഫിറ്റ് നമുക്ക് അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. മാത്രമല്ല ആ പ്രൊഡക്റ്റിനകത്ത് പ്രത്യേകിച്ച് യാതൊരു മനുഷ്യനെ
മോശമാക്കുന്ന ഒരു കെമിക്കലും അതിലില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ കൺസ്യൂമറാൽ കവർ ചെയ്യപ്പെട്ട ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കി ഇത് പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹയർ എൻഡ് പ്രോഡക്ട്സ് അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വഴിയെ മനസ്സിലാക്കണം. ഉടനെ പോയി രോഗമോ അസുഖമോ അല്ല. നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ചേഞ്ച് ചെയ്യാൻ പറയണം. നമ്മുടെ പാത്രം കഴുകുന്ന സാധനം ചേഞ്ച് ചെയ്യാൻ പറയണം. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ വന്ന് ജോയിൻ ചെയ്ത ശേഷം DXN ജോയിൻ ചെയ്തു. നമുക്കറിയാം IOC എന്ന് പറഞ്ഞൊരു പ്ലാൻ നമുക്കുണ്ട്. IOC വളരെ സൂപ്പർ ക്ലാസ് പ്ലാൻ. അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. IOC പ്ലാനിന്റെ ഒരു പ്രത്യേകത, അത് ഏത് പോക്കറ്റിനും ഇണങ്ങിയ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് 20,000, 25,000, 30,000 ആണെങ്കിലും അത് ഏത് പോക്കറ്റിലേക്കും ഒതുങ്ങുന്ന ഒരു മൈ ഹോം മൈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള അവരുടെ വീട്ടില് ഒരു ചെറിയ ഷോപ്പ് പോലെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ലീഡറുമായിട്ട് ചോദിച്ചിട്ട് അത് ഇറങ്ങിത്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 54% നമ്മൾ പെടാതിരിക്കാൻ, അല്ലെങ്കിൽ 33% ലിസ്റ്റിൽ ഇന്നും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാറാതിരിക്കാൻ നിങ്ങളൊരു 2000-ഓ 3000 പേരെ ഈ ജീവിതത്തിനിടയ്ക്ക് കണ്ടു തീർക്കുമെന്ന്, ഒറ്റയ്ക്കല്ല ഒരു കൂട്ടം ആളുകളുടെ ത്രൂവിലൂടെ ഇത്രയും പേരെ കണ്ടു തീർക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ ആദ്യം എടുക്കണം. അങ്ങനെ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പൊ എനിക്കറിയാം, റിജോ പറവൂരാണ് റിജോയുടെ വീട്. റിജോയുടെ കെയർ ഓഫിൽ റിജോ ഇടയ്ക്കിടയ്ക്ക് എറണാകുളം ഓഫീസിൽ വരും. ഒരു കെട്ടുകണക്ക് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് പോകും. എനിക്ക് പറയാനുള്ളത്, റിജോനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളുടെ കെയർ ഓഫിലുള്ള ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? അവരെ കാണാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ടീമിനൊരു സ്ട്രെങ്ത് വരാൻ തുടങ്ങുക. അപ്പോ ഇങ്ങനെ നിങ്ങളൊരു 10-50 പേരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ജോലി ബ്രാൻഡ് ചേഞ്ച് ചെയ്യിപ്പിക്കുക. അതിനുശേഷം ഈ ബിസിനസ്സിലേക്ക്, അതായത് ഇപ്പം MHMS പ്രോഗ്രാം നടക്കുന്നു എല്ലാ സ്ഥലത്തും. ഇപ്പൊ കുന്നംകുളത്തൊക്കെ വലിയ പ്രോഗ്രാം, കുന്നംകുളം ഓഫീസിലൊക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 1-2 പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ സ്ഥലത്തൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്റ്റാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ സ്ഥലത്തൊക്കെ നമ്മുടെ ആളുകളെ കൊണ്ടെത്തിക്കാൻ എറണാകുളം ഓഫീസിൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ദിവസവും ഫുൾ പ്രോഗ്രാമാണ്. അപ്പോ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് വിളിച്ചാൽ വരത്തില്ല, കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ബിസിനസ്സിലെ ടഫ് ആയിട്ടുള്ള ഏരിയ. വിളിച്ചാൽ വരില്ല. അപ്പൊ പിന്നെ എങ്ങനെ കൊണ്ടുവരും? എന്തുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ രാജീവ്ജിക്കോ അതല്ലെങ്കിൽ നമുക്കൊക്കെ പുതിയ ആളുകളെ എന്തുകൊണ്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നു? വഴിയെ കാണുന്ന ആളുകളെ പോലും പെട്രോൾ പമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ആളെ ജോയിൻ ചെയ്യുന്നു. 5000-10,000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെ ആദ്യം പാകപ്പെടുത്തണം. ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഈ കാര്യം, അതായത് ഒരു നല്ല ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. 50-100 പേരുടെ ലിസ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യണം. അത് മാത്രമല്ല, പരിചയക്കാരുടെ കെയർ ഓഫിലുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ സ്ട്രേഞ്ചർ അറ്റൻഡ് ചെയ്യാനുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. സ്ട്രേഞ്ചേഴ്സ്, നിങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഒരാളെ പോയി ചോദിക്കാനുള്ള ഒരു ഗട്സിലേക്ക് നിങ്ങൾ എത്തണം. നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ അത് ആദ്യം മനസ്സിലാക്കണം. നേരെ പോയി, നമുക്കറിയില്ല ഏത് വ്യക്തിയുടെ ഉള്ളിലാണ് പ്രശ്നങ്ങളുള്ളതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പുറത്തുനിന്ന് കാണുമ്പോൾ വെൽ ഡ്രസ്ഡ് ആണ്. ഞാൻ പാലായിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ട ആള് ജോയിൻ ചെയ്യാൻ റെഡി ആയിരിക്കുക. അവസാനം വന്നപ്പോൾ വൈറ്റിലാണ് അയാളുടെ വീട്. ഈ പാലക്കാരൻ വൈറ്റിലക്കാരൻ എന്താ പാലയിൽ ചെയ്യുന്നത് ചോദിച്ചു. 18 വർഷമായി തുണിക്കട നടത്തുക. 18 കൊല്ലമായിട്ട് പാലായിൽ ഒരു തുണിക്കട നടത്തുക. അപ്പൊ അയാൾ ആലോചിക്കുക തുണിക്കട നിർത്താൻ പോവാ. ഞാൻ ചോദിച്ചു എന്തേ നിർത്തുന്നത് പോൾസാന്ന് ചോദിച്ചു. പുള്ളി പറയാണ്, ഒന്നും പറയണ്ട സിരാജ് ഭായി, ഇപ്പൊ എല്ലാവരും ഓൺലൈനിലാണ് മേടിക്കുന്ന. പിന്നെ വലിയ വലിയ ജയന്റ് കമ്പനികളെല്ലാം വലിയ വലിയ ഷോപ്പുകൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് അതിങ്ങനെ തുടങ്ങി ഇട്ടാൽ മതി. എനിക്കിപ്പം വന്ന അവസ്ഥ, പോൾസൺ പറയാണ്, ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ 6 മാസമായിട്ട് പ്രോപ്പറായിട്ട് റെന്റ് കൊടുക്കാനുള്ള ലാഭം പോലും എന്റെ കടയിൽ നിൽക്കുന്ന 4 പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റുന്നില്ല. ഈ വ്യക്തിയുടെ അടുത്താണ് ഞാൻ DXN പറഞ്ഞപ്പോ അയാൾക്ക് എന്നോട് ചോദിച്ചു എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും. ഞാൻ പറഞ്ഞു ഒരു ഇൻവെസ്റ്റ്മെന്റ്, ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ എന്തൊരു ഈസി, അതായത് ഞാൻ വളരെ സ്ട്രേഞ്ചറാണ് ഈ മനുഷ്യൻ. ഞാൻ നേരെ പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ രൂപത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ നിങ്ങൾ എത്തിപ്പെട്ടാൽ യാത്ര ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങള് DYSP രാജീവ് സാറിന്റെ കൂടെ ഞാൻ ട്രെയിനിലാണ് ട്രിവാൻഡ്രത്ത് പോയത്. പറഞ്ഞ വലിയ നെറ്റ്വർക്കറിന്റെ ഒരാളെ കാണാൻ പോകുന്ന വഴിക്ക് ട്രെയിനിൽ പോവാണ്. അപ്പം അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, ഞങ്ങളെ രണ്ടുപേരും ഇരിക്കുന്നു. ഭയങ്കര റഷാണ്. രാവിലത്തെ 5:20 ട്രെയിനിൽ പോകും. അപ്പൊ ട്രെയിനിൽ നിന്ന് സംസാരിക്കുക, വേറൊരു പെൺകുട്ടി ഫോണിൽ സംസാരിക്കുക.
അല്ലെങ്കിലും എന്റെ പർച്ചേസ് മുഴുവൻ, അല്ലെങ്കിൽ എന്റെ ടീം ചെയ്യുന്ന സെയിൽസ് മുഴുവൻ അദ്ദേഹമാണ് ഇപ്പൊ എടുക്കുന്നത്, എന്റെ പേരിൽ എന്റെ ടീമിലെല്ലാം ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് പറയാം. ഞാനിങ്ങനെ നോക്കി, ഇപ്പൊ അവർ ഫോൺ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഒരു വലിയൊരു ഷർട്ടിന്റെ ബ്രാൻഡ് അവിടുത്തെ മാനേജറാണ്, ട്രിവാൻഡ്രത്താണ്, കൊല്ലത്തുകാരിയാണ്. കുറച്ചു നേരം സംസാരിച്ചു, ഡിവൈഎസ്പി രാജീവ് ജി സംസാരിച്ചു, നമ്പർ മേടിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു നിമിഷം നിങ്ങളുടെ റഡാർ നമ്മുടെ അയൽവക്കത്ത് അടുത്തിരിക്കുന്ന, യാത്രകളിൽ അടുത്തിരിക്കുന്ന ആള് സംസാരിക്കുന്നത് എന്താണെന്ന് കേട്ടാൽ ആ കുട്ടിയോട്, അവരോട് സംസാരിച്ചു, അവർ വില്ലിങ് ആയി. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു സാധ്യത പറഞ്ഞപ്പോ അവരിങ്ങനെ കൊല്ലത്തുനിന്ന് ഏകദേശം കുറെ അങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഇവർ സംസാരിച്ചത്. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം വരെ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ ഇടയ്ക്ക് ഫോൺ വരുമ്പോ ഒരു മിനിറ്റ് സാറേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്തോ പറഞ്ഞിട്ട് നമ്മളോട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വന്നത് റിക്രൂട്ട്മെന്റ് ഒരു പ്രശ്നമല്ല, പ്രൊഡക്റ്റിന്റെ മൂവ്മെന്റ് പ്രശ്നമല്ല, സ്പൈറലിന് എത്ര വേണമെങ്കിലും വിൽക്കാം. അപ്പോൾ നിങ്ങൾ മൂന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിൽ ഏറ്റവും എളുപ്പം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം IOC എന്ന് പറയുന്നത്, ഐസിങ് ഓൺ ദ കേക്ക്. ഒരു വ്യക്തിക്ക് IOC എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ മേടിക്കേണ്ട പ്രൊഡക്റ്റുകൾ എന്താണ്? ഏറ്റവും പ്രധാനം, കൂടുതൽ മേടിക്കേണ്ട സ്പൈറലിനെയാണ്. അതുപോലെ ചായപ്പൊടി വാങ്ങിക്കണം, സോപ്പ്, പേസ്റ്റ്, ഉപ്പ് വാങ്ങിക്കണം, അതുപോലെ റൈസ് ബ്രാൻ ഓയിലും, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക്, അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെങ്കിൽ അതിലൂടെ വാങ്ങിച്ചു വെച്ച് കുറച്ചു പേരോട് പറഞ്ഞു തുടങ്ങാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമേ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാനും രാജീവ് ജിയും ബിനീഷേട്ടനും കൂടി നമ്മുടെ ഹരി, പത്തനംതിട്ടയിലെ ഹരിയുടെ വീട്ടിലാണ് താമസിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞൊരു 2-3 മാസം, 2 മാസമായി ഹരിയുടെ കാറിന്റെ മുകളിലേക്ക് ഒരു മരം മറിഞ്ഞു വീണ് കഴുത്തിന്റെ കശേരുക്കൾ 3 പൊട്ടി, 2 ശരിയായി, പറഞ്ഞും കൈയൊന്നും ഇപ്പം അത്ര ക്ലിയർ ആയില്ല. എന്നാലും ഓണമൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. പക്ഷെ മന്ത്ലി വരുമാനം, ഇപ്പൊ 2 മാസമായി, മന്ത്ലി വരുമാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൈയും കാലം എടുത്ത് പുറത്തോട്ട് പോകാൻ പറ്റണില്ലെങ്കിലും വരുമാനം DXനിലൂടെ കിട്ടുന്നുണ്ട്. കാരണം ഞങ്ങൾ 3 പേരും പോയി അദ്ദേഹത്തിന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് എല്ലാം, ആലപ്പുഴയിലെ ഗീത ചേച്ചി ഉൾപ്പെടുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാം. നാച്ചുറലി ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന, നോക്കിയേ, DXN പോലത്തെ ഡയറക്ട് സെല്ലിംഗ് പോലത്തെ അല്ലാത്ത ഒരു പ്രസ്ഥാനത്തിലായിരുന്നെങ്കിലോ, നമ്മൾ ആ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിലോ, ഇപ്പൊ എത്രയും പെട്ടെന്ന്, നാളെ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ടീം സെറ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ, ഏറ്റവും ചുരുങ്ങിയത് മന്ത്ലി 1 ലക്ഷം രൂപ. നിങ്ങൾ 3 പേരെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 3 പേരെയും ഞാൻ എടുത്തു പറയാണ്, റിക്രൂട്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റിന്റെ മാസ്മരികത പറഞ്ഞുകൊണ്ടല്ല. നിങ്ങൾ റിക്രൂട്ട് ചെയ്യേണ്ടത് വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടായിരിക്കണം. കാരണം ഏതൊരു വ്യക്തിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം സാമ്പത്തിക ഭദ്രതയാണ്. ഞാൻ DXനിൽ വരുന്നത് DXന്റെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകളല്ല, റിസൾട്ടിനേക്കാൾ ഉപരി ഇതിലൂടെ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഏറ്റവും നന്നായി ഞാൻ പ്രവർത്തിച്ചത്. അപ്പോ 3 പേരെ നിങ്ങൾ റിക്രൂട്ട് ചെയ്തു. ആ 3 പേരെയും നിങ്ങൾ കൊണ്ടുവരുന്നത് എന്തു പറഞ്ഞിട്ടാണ്? ബിസിനസ് പറഞ്ഞിട്ടാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലാതെ DXന്റെ ഗാനോഡ്രം ഉപയോഗിച്ചാലോ സ്പൈറലിനെ ഉപയോഗിച്ചാലോ പൈൽസ് മാറുമെന്നോ, അതല്ലെങ്കിൽ പ്രഷറിന് കൺട്രോൾ ആക്കാൻ പറ്റും, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷേ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രത. നിങ്ങളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു 12 വയസ്സുള്ള പെൺകുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു 10 വയസ്സുള്ള പയ്യൻ ഉണ്ടെങ്കിൽ, ആ പെൺകുട്ടിയെയോ ആ പയ്യനെയോ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ പറ്റണം. ഇവൻ വലുതായി വന്നാൽ ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ കല്യാണത്തിന് 6, 8, 10 വർഷം കഴിയുമ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടിയുള്ള തുക കണ്ടെത്താൻ നിങ്ങളുടെ മുമ്പിലുള്ള വഴികൾ എന്താണ്? അങ്ങനെയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് 3 ആയി. പിന്നെ 3 പേരെ വെച്ച് റിക്രൂട്ട് ചെയ്യുമ്പോൾ 9 ആവും രണ്ടാമത്തെ ലെവല്. മൂന്നാമത്തെ ലെവലാകുമ്പോൾ 27 ആവും, പിന്നെ 81 ആകും, 243 ആകും, 729 ആകും, 2187 ആവും. 7ാമത്തെ ലെവൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ടീമില് 2187 പേര്. 2187 പേരെന്ന് പറയുമ്പോൾ വലിയ സംഖ്യയായിട്ട് തോന്നണ്ട. കാരണം കോതമംഗലത്ത് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രോഗ്രാമിന്റെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുമ്പോൾ ഫോണിലേക്ക് നോക്കുന്ന ഒരാളെ അദ്ദേഹം ഒരു LIC ഏജന്റ് ആയിരുന്നു, കോടിപതിയാ. ഞാൻ ചോദിച്ചു, സാറിന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുന്നുണ്ടല്ലേ? എന്റെ കസ്റ്റമർ വിളിക്കുക, അതുകൊണ്ടാണ് ഡിസ്റ്റർബ് ആയല്ലേ. ഞാൻ പറയാ, കുഴപ്പമില്ല. എത്ര പോളിസി ഹോൾഡേഴ്സ് ഉണ്ട്? 1520 പോളിസി ഹോൾഡർ ഉണ്ട്. അതിൽ 9 വർഷമായിട്ട് LIC ഏജന്റാ. അപ്പോ ആ തരത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന 2 പേരുണ്ടെങ്കിൽ 3000 പേരാവും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ടീമിന്റെ ഒപ്പം നിന്നുകൊണ്ട്
ഏഴാമത്തെ ലെവലിൽ 2187 പേരെ. ആ 2187 പേര് ഉണ്ടാകുമ്പോ അതിന്റെ തൊട്ടു മുകളിൽ അവരെ കൺട്രോൾ ചെയ്യാൻ 700 ചില്ലാനം ആളുകൾ അതിന്റെ മുകളിലുണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ മുകളില് 243 പേരുണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ മുകളിൽ 81 പേരുണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ കണക്കുകൾ വെച്ചോണ്ട് ടോട്ടൽ ഏതാണ്ട് 3200ഓളം പേര് വരും ഏഴാമത്തെ ലെവലെത്തുമ്പോൾ. എനിക്ക് ഉറപ്പാ അതിൽ നിന്ന് 10 പേര് ജെന്യൂനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് വരാൻ പോവുക. അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. 3 പേരെ കണ്ടെത്തണം. അത് 6 പേരെ കണ്ടെത്തി കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്റെ ഡയറക്റ്റ് ലൈനിൽ 13 പേരെയാണ് ഞാൻ കണ്ടെത്തിയത്. എന്റെ ഫസ്റ്റ് ലെവലിൽ 13 പേരാ. IOC എടുത്തുള്ള 13. അപ്പൊ 13 ഇൻറ്റു അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ എവിടെ എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് പെറുവാണ്. പെറുവിന്റെ ടേൺ ഓവർ 127 കോടിയാണെങ്കിൽ കേരളം ഒരു 50 കോടിയെങ്കിലും എത്തുന്ന ഒരവസ്ഥ. അതിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ ഓരോരുത്തർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 3 പേരെ, ആദ്യം 3 പേരെ, വീണ്ടും ഒരു 3 പേരെ, 6 പേര് വരുമ്പോ DXന്റെ സിമ്പിൾ പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഡയമണ്ടിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. നിങ്ങൾ കണ്ടെത്തണം. ആ 3 പേരെ കണ്ടെത്തുന്നത്, എന്നോട് ഒരാൾ ചോദിച്ചു 3 പേരെ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ കിട്ടും? ആ കറക്റ്റ് ആയിട്ടുള്ള 3 പേരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ അല്ലെ? ഹലോ, ഞാൻ പറയുന്നത് ആ കറക്റ്റ് ആയിട്ടുള്ള 3 പേരെ കിട്ടണമല്ലോ. അതെങ്ങനെ കിട്ടും? 3 പേരെ കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് ഒരു 10 പേരെ കണ്ടാൽ ഒരാൾ കറക്റ്റ് ആയി. അപ്പൊ 30 പേരെ കണ്ടാൽ 3 പേര് നിങ്ങൾ കാണുന്ന ഒരാൾ, അതായത് ഇപ്പം അംസമാഷോ അല്ലെങ്കിൽ റിജോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ, ഇത് ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. അയാളെ കണ്ട അയാൾ വേണ്ടാന്ന് പറഞ്ഞു, നോ പ്രോബ്ലം. അയാളിൽ നിന്ന് 3 പേര് നമുക്ക് എന്ത് ചെയ്യാം? 3 അഡ്രസ് ചോദിക്കാം, 3 ഫോൺ നമ്പർ ചോദിക്കാം. അതും 5 പേരെ കണക്ക് വെച്ച് പോയാൽ 5 പേരെ കണ്ടു, 5 പേര് കൂടി 25ആയി, അത് 125ആയി, 600. നിങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല. നിങ്ങളിങ്ങനെ ഫിൽറ്റർ വെച്ചുകൊണ്ട് നടക്കണം. കണ്ടേ പറ്റൂ. എല്ലാ ദിവസവും എഴുതി വെക്കണം. ഞാൻ ഇന്ന് 4 പേരെ കണ്ടു, ആരും എടുത്തില്ല. ഞാൻ 5 പേരെ കണ്ടു, 2 പേരെടുത്തു. ഒരു സമയത്ത് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആരെ കണ്ടാലും ആരും എടുക്കുന്ന തരത്തിലേക്കാവും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ 3 പേരെ കണ്ടു. എന്തിനാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട്? ഇപ്പം ഇന്ന് ഈ പിന്നെയും പോവാം, മലേഷ്യക്ക് പോവാം. അതുപോലെ അൽമാട്ടി, ഓൾമോസ്റ്റ് അൽമാട്ടിയിലെ നമ്മുടെ ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ആയി. അതിന്റെ പോയിന്റ്സ് കംപ്ലീറ്റ് ആയി. പകുതി 6 മാസം ആകുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് ആകുക. നിങ്ങള് IOCയില് 7ാമത്തെ ലെവൽ എത്തുമ്പോ 2187 പേരെ ടീം വരുമ്പോ 10,000 പോയിന്റ് വാല്യൂ വെച്ച് വരികയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ വോളിയം 2 കോടിക്ക് മേലെയാ. ഒരൊറ്റ മാസത്തെ വോളിയം മതി നിങ്ങൾക്ക് എല്ലാ ട്രിപ്പും ഡബിൾ വിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പേന എടുത്തിട്ട് എഴുതുക, 3, അത് 9 ആകുന്നു, അത് 27 ആകുന്നു, അത് 81 ആകുന്നു, 243 പേരാകുന്നു, 729 ആകുന്നു, 2187 പേര്. ഈ ലെവലിൽ പോകുമ്പോ ടോട്ടൽ 3500 3200ഓളം പേര് വരുന്ന ഒരു ഗ്രൂപ്പിന്റെ ലീഡറായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, DXന്റെ യാത്രകൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാ വർഷവും ട്രിപ്പുകളാണ്. 2 ട്രിപ്പ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 35ഓളം കൺട്രിയിൽ പോയി DXനുമായിട്ട് ബന്ധപ്പെട്ട്. ഓരോ ട്രിപ്പും ഒന്നിനൊന്ന് മെച്ചമാണ്. മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. മാൾട്ടയിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ കോസ്റ്റ സെറീന എന്ന് പറഞ്ഞൊരു ഷിപ്പിലാണ് 7 ദിവസം പോയത്. അപ്പൊ ഒരു രാത്രി മുഴുവൻ ഷിപ്പ് ഇങ്ങനെ യാത്രയാ. എത്രയോ നോട്ടിക് മൈൽ സ്പീഡിൽ ഇങ്ങനെ കപ്പൽ പോവും. അത് കപ്പല് രാവിലെ ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കൺട്രിയുടെ കരയില് അതില് അടുക്കും. അന്ന് നമ്മളെ ഫുൾ അവിടെയാണ്, പുറത്താണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ കപ്പലിൽ തിരിച്ചു വരും. ഡിന്നറും കാര്യങ്ങളൊക്കെ 7ാം നിലയിലും 11ാം നിലയിലും ഓരോ ഡെക്കിലുമാണ് ഫുഡൊക്കെ. ഭയങ്കര സംഭവങ്ങളാണ്. അപ്പൊ മാൾട്ട എന്ന് പറഞ്ഞ രാജ്യത്തെത്തിയപ്പോ ഈ മാൾട്ടയുടെ ഒരു പ്രത്യേകത, 4 ലക്ഷം ജനമാണ് അവിടെ. ഞാൻ കണ്ട ഒരു സംഭവം, അവിടെ സ്കൂൾ ബസ്സിന് ആംബുലൻസിനേക്കാൾ പ്രിഫറൻസാണ്. അതായത് ഒരു സ്കൂൾ ബസ്സും ആംബുലൻസും വരികയാണെങ്കിൽ ആദ്യം വിടുന്നത് ആംബുലൻസിനെ അല്ല, സ്കൂൾ ബസ്സിനെയാണ്. ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു, എന്താണ് അങ്ങനെ? അവിടെ കുട്ടികൾക്കാണ് രോഗിയേക്കാൾ കൂടുതൽ പ്രാധാന്യം. മാൾട്ടയുടെ വേറൊരു പ്രത്യേകത എന്താ അറിയോ? അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സൈക്ലിങ്ങും പഠിക്കണം, നീന്തലും പഠിക്കണം. മാൾട്ട ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കാണാൻ DXN പോലത്തെ ഒരു പ്രസ്ഥാനം 196 രാജ്യത്തേക്ക് പന്തലിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ കമ്പനി ഓരോ വർഷവും നമ്മൾ ഓരോരോ കൺട്രിയിലാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു സൈഡിൽ
തൊഴിലന്വേഷകരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു രാജ്യത്ത്, 140 കോടി ജനമുള്ള നമ്മുടെ നാട്ടിൽ, ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്ന കമ്പനികളിൽ വിരലെണ്ണാവുന്ന ഒരു കമ്പനിയാണ് DXN, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യണം. പ്രധാനമായിട്ടും ഒന്ന്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കണം. 2, ഈ പ്രൊഡക്റ്റ് ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 3, നിങ്ങൾ ഇത് പറയുമ്പോൾ ഓരോരുത്തരും ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ, നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് 3 പേരെ വെച്ചുണ്ടാക്കുന്ന ടീം 6 പേരെ വെച്ചുണ്ടാക്കിയാൽ കിട്ടുന്ന വരുമാനം 10 പേരെ വെച്ച്, അങ്ങനെ അത് നിങ്ങൾ പേപ്പറിൽ എഴുതിയെടുക്കണം. എന്നിട്ട് ഇത് അവിടെ വെച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കണം. വ്യക്തികളുടെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? വ്യക്തികൾ എപ്പോഴും ആലോചിക്കുന്നത് ഈ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, എനിക്ക് അതിൽ എന്താണ് നേട്ടം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ വിളിച്ചിട്ട് ഒരു കമ്പനിയുടെ മീറ്റിങ്ങിന് വേണ്ടി, വേറൊരു കമ്പനിയുടെ മീറ്റിംഗ് എന്ന് കാണാൻ വേണ്ടി അയാൾ വളരെ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ പോയതാണ്. എറണാകുളത്ത് വലിയൊരു ഹോട്ടലിലായിരുന്നു പ്രോഗ്രാം. 4 മണിക്കാണ് എന്നോട് പറഞ്ഞത്. 4 മണിക്ക് തന്നെ നമ്മൾ എത്തി. പക്ഷെ 4:15 അവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു കമ്പനിയാണ്, വലിയൊരു വെള്ളം വിൽക്കുന്ന കമ്പനിയാണ്. ഇത്രയും എന്താ പറയാ, നെഗറ്റീവായ ഒരു എനർജി കിട്ടിയ ഒരു മീറ്റിംഗിന്റെ ലൈഫിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ എന്നിട്ടും അവിടെ ആൾക്കാർ വരുന്നു. ആൾക്കാരോട് പറയുന്നത് പൈസ കിട്ടുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം മാത്രം വിറ്റാൽ കിട്ടുന്ന പൈസയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഏത് കമ്പനിയാണോ പേഴ്സണലി, ഇപ്പൊ ഇതൊരു റെക്കോർഡിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ കമ്പനികളുടെ പേര് പറയാൻ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങളും ഏതെങ്കിലും ഒരു കമ്പനി DXനേക്കാൾ മെച്ചമാണെന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെടുത്തോ. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി വേൾഡിന്റെ നമ്പർ 1 കമ്പനിയായിട്ട് കമ്പാരിസൺ നടത്തിക്കോ. ഞാൻ പറഞ്ഞുതരാം ഡിഫറൻസ്. അപ്പോ മാർക്കറ്റിംഗ് പ്ലാനും മാർക്കറ്റിലുള്ള കമ്പനികളുമായി നമ്മുടെ കമ്പനിയുടെ വ്യത്യാസം ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് എനർജി കിട്ടത്തുള്ളൂ. എന്നെ കേൾക്കുന്ന നമ്മളിൽ പലരും എത്ര കമ്പനികൾ ചെയ്തവരാ. എന്തേ കറക്റ്റ് ആയിട്ടുള്ള കമ്പനിയിൽ നമ്മൾ ഇപ്പോഴാണ് എത്തിപ്പെട്ടത്. പിന്നെ ഒരു നേരം പോലും കളയാൻ പാടില്ല. ഈ കമ്പനിയിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോന്ന് ആദ്യം നിങ്ങൾ പഠിക്കണം. അത് പഠിച്ച ശേഷം ആത്മാർത്ഥമായി ഡെയിലി എന്നോണം വർക്ക് ചെയ്യണം. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടതാണ്. രാജമാണിക്യം എന്ന് പറഞ്ഞിട്ടുള്ള കളക്ടറുടെ ഒരു വീഡിയോ. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. കുറെ പേർക്ക് ഞാൻ കണ്ടായിരുന്നു ഇല്ലേ? എത്ര കഷ്ടപ്പെട്ടാണ് ആ അമ്മ ആ മകനെ വളർത്തിയത്. ആ മകന് സ്കൂളിലേക്ക് ചെവിക്ക് പിടിച്ച് പുറത്താക്കി എത്രയോ ഫീസ് അടക്കാത്ത എത്രയോ ദിവസങ്ങളുണ്ടായി. ആ സമയം ഞാൻ പറഞ്ഞു വന്നത്, ഇത് നാളെ നമുക്ക് വരാൻ പോകും വേറൊരു രൂപത്തില്. നമുക്ക് വയ്യാതെ വരുന്നൊരവസ്ഥ, നമുക്ക് ശാരീരിക ക്ഷമത കുറയുന്നൊരവസ്ഥ, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന അവസ്ഥ, പുതിയ അസുഖങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു, വൈറസുകളും ബാക്ടീരിയകളും കൂടും പൊക്കി പുറത്തേക്ക് വരുന്നു. നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇനി ജീവിതത്തിന്റെ ബാക്കി ഭാഗം കിടക്കുക. അത് പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പൈസ കൂടിയേ തീരൂ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിശക്തമായി പ്രവർത്തിക്കാനുള്ള പ്രേരണ നമുക്കുണ്ടാവും. ആ പ്രേരണ പ്രോപ്പറായി, ഞാൻ പറഞ്ഞു, ഒരു മതിലിൽ പിടിച്ച് തള്ളുന്നത് കൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നുമില്ല. ഒരു മതിലിൽ കുറെ നേരം തള്ളിയാൽ നിങ്ങൾ പണിയെടുത്തു എന്ന് ചോദിച്ചാൽ എടുത്തു, വേർത്തു. പക്ഷെ ആ മതിൽ അല്പം പോലും നീങ്ങിയിട്ടില്ലെങ്കിൽ ഒരു റിസൾട്ടും ഇല്ലെന്നർത്ഥം. DXN എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളെ കണ്ടെത്തുക എന്നുള്ളൊരു പണി, അത് എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും. എന്തുകൊണ്ട് ഡോക്ടർ രഞ്ജൻ ജോയിൻ ചെയ്തു? ഇന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ആശുപത്രി തുടങ്ങുന്നതിന്റെ ആശുപത്രിയുടെ ആദ്യത്തെ പേരിൽ 2 ഇന്ത്യൻ പ്രസിഡന്റ് കാർഡിയോളജി ഡോക്ടറായിട്ട് രഞ്ജന്റെ പേര് വെച്ചാലോ 2-3 ലക്ഷം രൂപ ഹോസ്പിറ്റലുകാർ കൊടുക്കുന്നു എങ്കിൽ ആ ജോലി വിട്ടുകൊണ്ട് ഡോക്ടർ രഞ്ജൻ വന്നു. നമുക്ക് ഡോക്ടർ രഞ്ജനെ പോലുള്ള ആളുകളെ കിട്ടാൻ, അല്ലെങ്കിൽ ഡോക്ടർ ഈപ്പൻ കോശി വന്നു, ഇമ്മ്യൂണോളജിയിൽ ഗോൾഡ് മെഡലിസ്റ്റ്, അല്ലെങ്കിൽ ഡോക്ടർ അസ്മ മുനീർ വന്നു. എന്തേ ഇവരൊക്കെ DXN ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട്? ഡോക്ടർ അസ്മ മുനീറിനെ പോലെയുള്ള ഗൈനക്കോളജി ഡോക്ടർ എന്തുകൊണ്ട് DXN ഇഷ്ടപ്പെട്ടു? 30ാമത്തെ ആനിവേഴ്സറിക്ക് മലേഷ്യയിൽ പോയപ്പോ ഓടി വന്നു, സലാൻ പറഞ്ഞു, കണ്ടു, സന്തോഷം പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിപ്പം രാജീവ്ജി പറഞ്ഞ പോലെ നേപ്പാളിലെ ഓരോ ദിവസം കൂടുന്തോറും 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ പുതിയ ക്രൗൺ അംബാസിഡേഴ്സ് വന്നുകൊണ്ടിരിക്കുക. നേപ്പാളിൽ ഒരു ഘട്ടത്തില് ഞങ്ങൾ പൊക്ര എന്ന് പറയുന്ന സ്ഥലത്ത് നേപ്പാളിൽ കാഠ്മണ്ഡുവിലൊക്കെ പോയി. അവിടെ അന്ന് DXN ഓഫീസിലൊക്കെ പോയി. അവിടെ പ്രവർത്തിക്കാൻ ഗവൺമെന്റ് അനുവാദം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. ഇന്ന് അവിടെ ഇഷ്ടം പോലെ, സാമ്പത്തികമായി വളരെ ദാരിദ്ര്യം പിടിച്ച രാജ്യത്ത് ഒരുപാട് ക്രൗൺ അംബാസിഡറുകൾ വരിക. പുതിയൊരു ക്രൗൺ അംബാസിഡർ വന്നിട്ട് ഇപ്പം 1-2 ആഴ്ചയായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് കേരളം.
ഒരു നേപ്പാൾ നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല, ഒരു ബീഹാർ ഒന്നുമല്ല, ഒരു പെറുവും ഒന്നുമല്ല. പക്ഷേ പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റവും പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സും അതിന് കൃത്യമായി പ്ലാൻ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വിവരമുള്ള, അല്ലെങ്കിൽ വരാൻ പോകുന്ന അവസ്ഥ വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. 2000 നമ്മൾ വരുമ്പോ, ഞാൻ 2000 ഓഗസ്റ്റിൽ ഇതിൽ വരുമ്പോ 9ാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ. അന്ന് ഇവിടെ പ്രവർത്തിക്കാനൊന്നും ഒരാളുമില്ല, ഒരു റിസൾട്ടും നമ്മുടെ പ്രൊഡക്റ്റിനില്ല. ഈ കമ്പനി വലുതായി വളരുമെന്ന് നമുക്ക് അറിയാനും പാടില്ല. പക്ഷേ 24 വർഷം പിന്നിടുമ്പോ അങ്ങ് മലമുകളില് ഫ്ലൈറ്റിന്റെ മുമ്പില് ഒരു വലിയ രാജ്യത്തെ രാജാവിന്റെ മകൻ ഒരു ഫ്ലൈറ്റിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന കോഫി ബോക്സ് DXന്റേതാണ്. ആ കോഫി കുടിക്കുന്ന കുപ്പിയിൽ കാപ്പി കുടിക്കുന്ന പടവും ഈ ലോകത്ത് കാണാൻ വേണ്ടി ഫോട്ടോ എടുത്തിടാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ചുവെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ കമ്പനിയുടെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ. ഇന്ത്യയിൽ 1% ഗ്രോത്തും വേൾഡ് മൊത്തം 32% ഗ്രോത്തുള്ള ഈ കമ്പനി ഇന്ത്യയിൽ കൈയാളാൻ നിങ്ങൾക്ക് ചങ്കുറപ്പും നിങ്ങൾക്ക് അതിൽ പ്രവർത്തിക്കാനുള്ള ഉത്സുകതയും ആഗ്രഹവും പ്രേരണയും ഭാവി മുമ്പിൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആശങ്കയും DXN അല്ലാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കിട്ടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല എന്നുള്ളത് അറിയണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അതിശക്തമായി ഇതിനെ വാരിപ്പുണർന്ന് കെട്ടിപ്പുണർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അങ്ങനെ കെട്ടിപ്പുണർന്ന് പ്രവർത്തിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകുന്നത്. അങ്ങനെയാണ് 24 വർഷം പിന്നിടുമ്പോൾ സാമ്പത്തിക പ്രശ്നം എന്താണെന്ന് അറിയില്ലാത്ത രീതി, സാമ്പത്തിക പ്രശ്നം എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ എന്ന് നമ്മളൊക്കെ മാറുന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടം ആളുകൾ മാറ്റത്തിലേക്ക് വേണ്ടി വന്നുകൊണ്ടേയിരിക്കുക. ആ ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറ്റി അതിശക്തമായി പ്രവർത്തിക്കാനും വളരെ കൃത്യമായ പ്ലാൻ, അതായത് 1 കൂട്ടിയാൽ 2 ആണെന്നും 2 കൂടി കൂട്ടിയാൽ 4 ആണെന്നുമുള്ള അറിവ്, ആ തിരിച്ചറിവ് വരുമ്പോൾ ദിനം പ്രതി എന്നോണം പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്കുണ്ടാവാൻ എല്ലാ തരത്തിലുള്ള മീറ്റിങ്ങുകളും, അത് MHMS ആയാലും വേണ്ടില്ല, അല്ലാത്ത ഇപ്പം നാളെ ഒരു മീറ്റിംഗ് നടക്കുന്നു, എല്ലാ ദിവസങ്ങളിലും മീറ്റിംഗ് പല സ്ഥലത്ത് നടക്കുന്നു, പല ഭാഷകളിൽ നടക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങളുടെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യാൻ ഒരു വീഡിയോ എങ്കിലും DXN റിലേറ്റഡ് ആയിട്ട് കാണാനും, ഒരു പുത്തൻ ആളുകളോട് DXന്റെ ഒരു പ്രൊഡക്റ്റ് പറയാനും, ഒരു 2, 3, 4 പേരോട് DXN ബിസിനസ് പറയാനും ഒക്കെ തയ്യാറാകുന്ന ഡെയിലി എന്നോണം ഒരു മാസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും DXN നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ വലിയ സമ്പാദ്യം, ഏറ്റവും ഭംഗിയായ ഒരു ജീവിതം, ടെൻഷൻ ഇല്ലാത്ത, സാമ്പത്തിക ഭാരമില്ലാത്ത, ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു കടയിൽ പോയാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ റൈറ്റ് സൈഡിലുള്ള വില നോക്കാതെ, ഒരു തുണിക്കടയിൽ ചെന്നാൽ തൂങ്ങിക്കിടക്കുന്ന ടാഗ് നോക്കാതെ പർച്ചേസ് ഫ്രീഡം കിട്ടുന്ന, ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഈ സുലഭമായ ഈ അവസരം ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ MHMS അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു 165 വയസ്സ് കഴിഞ്ഞ ആളെ എടുക്കുമ്പോൾ 13% പേര് മാത്രമാണ് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. 33% പേര് ഇന്നും ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്നു. പല ബാങ്കിലും പല ഹോസ്പിറ്റലിലും പല ATM സെന്ററിന്റെ ഒക്കെ വാതിക്കല് നിൽക്കാൻ പോലും പറ്റാതെ വെരിക്കോസ് വെയിൻ ബാധിച്ചിട്ട് കാലിൽ കെട്ടി ബാൻഡേജ് കെട്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ, ഷൂ ഇടാൻ പറ്റാതെ കാല് പൊട്ടിയിട്ട് ഒരു കയ്യിൽ എത്ര ആളുകൾ 33% പേര് അതിലും. ബാക്കി 54% പേര് ഇപ്പോഴും വലിയ വീട്ടില് മക്കളോടൊക്കെ പൈസ കടം ചോദിക്കുന്ന, അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ യാചിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോവാതിരിക്കാൻ ഒരു വലിയ സുവർണാവസരം നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നു. അത് ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഓണത്തിന്റെയും നബിദിനത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.